ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മാസ്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു മാസ്കിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാസ്ക് തന്നെയാണ് കേട്ടോ. നല്ല നമ്മളത് ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുഖത്തിനും ഫേസിനൊക്കെ നല്ല ഭംഗിയുള്ളൊരു മാസ്ക് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, കട്ട് ചെയ്യാം എന്നുള്ള ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. കട്ടിങ് ഇത് വേറൊരു മാസ്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള എൻ്റെ ഒരു മാസ്ക് ഞാൻ ഒന്നും കൂടി തയ്ച്ചതാണ് കേട്ടോ. ഞാൻ ഇതിൽ ഞാൻ കുറച്ച് കട്ടിയായിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 2 ക്ലോത്തിൻ്റെ കട്ടിയേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ 3 ക്ലോത്തിൻ്റെ കട്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ സൈഡിലൂടെ ഇങ്ങനെ അതേപോലെ പൂക്കളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇത് 2 വശവും ഉപയോഗിക്കാമെന്നുള്ള ഒരു മെച്ചം കൂടിയും ഈ ഒരു മാസ്കിനുണ്ട്. കാണാനും നല്ല ഭംഗിയുള്ളൊരു മാസ്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. എന്തെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു മാസ്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങളും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പേപ്പറിൽ ഇതുപോലെ വരച്ചെടുക്കാം. 18 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയിലും ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇവിടെ വരച്ചെടുത്തു. അതിനുശേഷം താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 8 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. 8 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുക. 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട്, എന്നിട്ട് ആ 4 സെൻറ്റിമീറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ 2 പോയിൻറ്റ്സും അങ്ങ് ജോയിൻ ചെയ്യുക. ഒരു ട്രയാങ്കിൾ പോലെ അങ്ങ് വരച്ചെടുക്കുക ആ ഒരു ഭാഗം. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അപ്പം ഇനി താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തണം. 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ കേട്ടോ. 4 സെൻറ്റിമീറ്റർ അവിടെ നിന്നും താഴെ ഭാഗത്ത് നമ്മൾ 5 സെൻറ്റിമീറ്റർ. മുകളിൽ നമ്മൾ 4 സെൻറ്റിമീറ്റർ, താഴെ ഭാഗത്ത് ഒരു 5 സെൻറ്റിമീറ്റർ. ഇതൊക്കെ നമുക്ക് പോയിൻ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ വരക്കാനാണ് കേട്ടോ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾക്ക് ഇനി ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. പോയിൻറ്റ്സിലേക്ക് ഇതുപോലെ അങ്ങ് വരച്ചെടുക്കുക. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് വരച്ചതിന് ശേഷം, ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചതിന് ശേഷം ഇനി ഒരു 1 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിൻ്റ് ഇട്ടതിന് ശേഷം അവിടെയും നമ്മൾക്ക് ഇതേപോലെ ക്രോസ് ചെയ്തിട്ട് 2 ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മോൾഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലോത്തിലങ്ങ് വെട്ടിയെടുത്താൽ മതി. ഇനി ഇതേപോലെ അവിടെ നമ്മൾ പോയിൻ്റ് അടയാളപ്പെടുത്തിയത് അങ്ങ് യോജിപ്പിച്ച് വരക്കുക. ഇനി നമ്മൾക്ക് ഇതുപോലെ വരച്ചതിന് ശേഷം ഇനി നമ്മൾക്ക് വരക്കാനുള്ളത് നമ്മൾ എലാസ്റ്റിക് ഇടുന്ന ആ ഒരു ഭാഗമുണ്ട് അല്ലേ, ആ ഒരു ഭാഗത്ത് 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 സൈഡിലും അങ്ങ് വരക്കുക. ഈ ഒരു ഭാഗമാണ് നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടി മടക്കി തയ്ക്കുന്ന ഭാഗം കേട്ടോ. പിന്നെ ഒരു 0.5 അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കുറച്ച് ചെരിക്കുന്നതെന്ന്. ഇനി നമ്മൾ ഇതേപോലെ അങ്ങ് വരച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ക്ലോത്തിലും വെട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ടിയുള്ള തുണിയാണ് കേട്ടോ, കോട്ടൻ്റെ തുണിയാണ്. അപ്പോൾ 3 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു പീസിൽ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത ഒരു ഭാഗമല്ലേ, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് 3 പീസിനും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പീസും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ഒന്ന് കറക്റ്റ് വെക്കുമ്പം മറ്റത് നമ്മൾ തിരിച്ച് വെക്കണം കേട്ടോ, എങ്കിലേ നമ്മൾ മറിച്ചിടുമ്പം കറക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. ലാസ്റ്റ് വൺ ഇങ്ങനെ തിരിച്ച് തന്നെ വെക്കണേ. എന്നിട്ട് നമുക്ക് സൈഡ് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, നമുക്ക് മറിച്ചെടുക്കേണ്ട ഭാഗമാണ്.
അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡ് മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ് മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മൾ മറച്ചെടുക്കുമ്പം അതിൻ്റെ കോർണറൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം മറിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നല്ലോണം മറിച്ചതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണമെങ്കിൽ സൈഡിലൂടെ ഒന്ന് ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സൈഡിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ മെഷീനിൽ ഇതുപോലെ കുറേ സ്റ്റിച്ചസ് അവൈലബിൾ ആണ്. അത് ഞാനിവിടെ ഈ ഒരു സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കുറച്ച് പിന്നെ സ്റ്റിച്ചസും കാര്യങ്ങളും അതുപോലെ എംബ്രോയ്ഡറി വർക്ക്, തുന്നൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്കിന് ഒന്നും കൂടി നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റും. ഇത് ശരിക്കും ഒരു പ്ലെയിൻ ക്ലോത്തിലാണ് നമ്മൾ വേറെ നല്ല ഭംഗിയുള്ള ത്രെഡൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇത് ഓൾറെഡി പ്രിൻ്റ് ടൈപ്പ് ക്ലോത്ത് ആകുമ്പം അത്ര അങ്ങ് കാണൂല, എടുത്ത് കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം എന്താ, ഈ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഒരു കോർണർ പോലെ സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു, ആ ഒരു സെൻറ്ററിലേക്ക് ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്യാം കേട്ടോ. കൺഫ്യൂഷനും തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് അയൺ ചെയ്താൽ മതി. അയൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് നമ്മളൊന്ന് ഒരു ചെറിയൊരു അധികം തുമ്പിടാണ്ട് ചെറുതാക്കിയിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ ഒരേ വീതിയായിരിക്കണം കേട്ടോ, അപ്പോഴേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഇത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിനെങ്ങനെ മടക്കിയെടുക്കണം. ഇതുപോലെ അങ്ങ് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മൊട്ടുസൂചിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ മടക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊട്ടുസൂചി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറം സൈഡിലും ആ സൈഡിലും ഇതുപോലെ ഈ ഒരു രൂപത്തിലാട്ടോ മടക്കേണ്ടത്. അങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ മൊട്ടുസൂചി വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു സൈഡില്ലേ, ആ ഒരു സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അവിടെയാണല്ലോ നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മടക്കിയ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ആ പിന്നങ്ങ് ഊരിയിട്ട് ആ ഒരു ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ സെയിം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം 2 മാസ്കുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ സൈസിൽ നമ്മൾക്ക് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മളിപ്പോൾ 18 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് എടുത്തത് നീളവും വീതിയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെറുതാക്കണമെങ്കിൽ അതിനനുസരിച്ച് 1-2 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് എടുക്കുക. ബാക്കി അളവിലും 1-2 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ തൊട്ട് ചെറിയത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഒരു കിഡിലൻ മാസ്കിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.